കേരളത്തിൽ 45-നും 65-നും ഇടയ്ക്കുള്ള സീറ്റ് LDF-ന് കിട്ടും. 65-നും 85-നും ഇടയ്ക്കുള്ള സീറ്റ് UDF-ന് കിട്ടും. അത് കഴിഞ്ഞാൽ 1-നും 5-നും ഇടയ്ക്കുള്ള ഇത് BJPക്ക്. പിന്നെ സതീശനാണ് മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ആഭ്യന്തരമോ അങ്ങനെ കിട്ടാം. ഇനി ഇവർ തമ്മിൽ ഇവിടെ ബഹളം കാര്യങ്ങൾ തർക്കങ്ങൾ വന്നു കഴിയുകയാണെങ്കിൽ സോണിയാഗാന്ധി ഇടപെട്ട് KC വേണുഗോപാലിനെ ഇവിടെ കൊണ്ടുപോകും. അൻവറിന്റെ ഇതിൽ ഇപ്പൊ അൻവർ ബേപ്പൂർ മത്സരിക്കണമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട് റിയാസ് അവിടെ നിൽക്കുകയാണെങ്കിൽ അൻവറിന്റെ ഒപ്പത്ത് പോകും. മാസ്റ്റർ പ്ലാനുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ. സാധാരണ ഒരാളല്ല, ജീവിതത്തിൽ വിജയം കണ്ടവൻ. നരേന്ദ്രമോദി ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ്. 3ാമതും പ്രധാനമന്ത്രിയാവുമെന്ന് ഞാൻ പ്രവചിച്ചതാണ്. അന്ന് ഈ ഒരു ചാനലിൽ മാസ്റ്റർ പ്ലാൻ എന്ന് വിനോയ് വന്ന് പറഞ്ഞു, ഞാൻ വരികയാണെങ്കിൽ സാറിനെ വന്ന് കാണും. ഇതുവരെ സാറിനെ ഒന്നും കണ്ടിട്ടില്ല. വിനോയ് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണം, ഉറപ്പായിട്ടും കാണണം. എന്ന് വെച്ചാൽ പറഞ്ഞ വാക്കായിരിക്കണം. ശശി തരൂരിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് മോശമായിട്ടുള്ള ഒരു സമയമാണ് കടന്നു പോകുന്നത്. മനസ്സിലായില്ല. അദ്ദേഹത്തിന് ഒരു 2030 കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. നമസ്കാരം. നമുക്കൊപ്പം ഇന്നുള്ള അതിഥി കലിയുഗ ജ്യോത്സ്യൻ ഡോക്ടർ സന്തോഷ് നായരാണ്. നമസ്കാരം. നമസ്കാരം. ഒരു ഇലക്ഷൻ സമയത്തേക്ക് പോവുകയാണ്. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ ഇലക്ഷന് വേണ്ടിയിട്ട്. ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 തവണയായി LDF ഭരിക്കുന്നു. ഇപ്പം ഇനി UDF ഭരിക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്നുണ്ടോ? PD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോ ഒക്കെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് കലിക ജ്യോതിഷം? പ്രവചനശാസ്ത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ പ്രവചന കുലപതി കലിക ജ്യോതിഷൻ ഡോക്ടർ സന്തോഷ് നായർ എന്നാണ് മറ്റുള്ളവരൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രവചനങ്ങൾ ഒരു 850ഓളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ 98% പ്രവചനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. വർഷം തോറും ഓരോ വർഷത്തിന്റെ കൗണ്ടിനനുസരിച്ച് പ്രവചനം നടത്തും. ഇപ്പം 17 തൊട്ട് നടത്തുകയാണ്. ഇപ്പൊ ഈ വർഷത്തിൽ 2026 126 പ്രവചനങ്ങളാണ് നടത്തിയത്. അത് തന്നെ ഇപ്പൊ എല്ലാ മാസവും ഡിസംബറിൽ ഇപ്പൊ ദുബായിൽ വെച്ചായിരുന്നു ലാസ്റ്റ് പ്രവചനം. അതിൽ തന്നെ ഇപ്പൊ മാസം തുടങ്ങുന്ന മുമ്പേ തന്നെ 10-15 പ്രവചനങ്ങൾ പൂർത്തീകരിച്ചു. ഇപ്പൊ ആൾക്കാർ പറയുന്നത് 6 മാസം കഴിയുമ്പോൾ സാർ വീണ്ടും പ്രവചനം നടത്തണമെന്നാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇലക്ഷൻ്റെ ഞാൻ ആൾറെഡി ഒരുപാട് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ തന്നെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ 45-നും 65-നും ഇടയ്ക്കുള്ള സീറ്റ് LDF-ന് കിട്ടും. 65-നും 85-നും ഇടയ്ക്കുള്ള സീറ്റ് UDF-ന് കിട്ടും. അത് കഴിഞ്ഞാൽ 1-നും 5-നും ഇടയ്ക്കുള്ള ഇത് BJPക്ക് കിട്ടും. അങ്ങനെയാണ് റിസൾട്ടായിട്ടുള്ളത്. അതൊരിക്കലും മാറൂല. പറഞ്ഞാൽ തന്നെ ഉറച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സതീശനാണ് മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ആഭ്യന്തരമോ അങ്ങനെ കിട്ടാം. ഇനി ഇവർ തമ്മിൽ ഇവിടെ ബഹളം കാര്യങ്ങൾ തർക്കങ്ങൾ വന്നു കഴിയുകയാണെങ്കിൽ സോണിയാഗാന്ധി ഇടപെട്ട് KC വേണുഗോപാലിനെ ഇവിടെ കൊണ്ടുവരും. അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ പിണറായി വിജയന്റെ ഒരു ജാതക അവസ്ഥ എന്താ? അദ്ദേഹത്തിന്റെ ജാതക 7-2 ശനിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. 7-2 ശനിയിലൂടെ കടന്നു പോകാൻ്റെ അവസാനത്തെ 2.5 വർഷമാണ്. അപ്പൊ ആ സമയത്ത് ആദ്യത്തെ വർഷം 7-2 ശനി അദ്ദേഹത്തിനെ വലുതായിട്ട് ഉപദ്രവിച്ചില്ല. 2027 ജൂലൈയിലെ 7-2 ശനി തീരുവുള്ളൂ. അതായത് അദ്ദേഹത്തിന് 19 മുതൽ തുടങ്ങിയതാണ്. മനസ്സിലായില്ല. അപ്പൊ ആദ്യത്തെ 5 വർഷം അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു ആദ്യത്തെ ഗവൺമെന്റും കാലം തയ്ക്കില്ല, ഈ ഗവൺമെന്റും കാലം തയ്ക്കില്ല. അന്ന് ഉറച്ചു നിന്നത് ഞാൻ മാത്രമാണ്. വലിയ റാവുവോ അമേരിക്ക ആരൊക്കെയോ പ്രവചനം നടത്തി, പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ എന്തോ പറഞ്ഞു അത് തന്നെയാണ് നടന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ 7-2 ശനിയുടെ അവസാന ഭാഗമാണ്. ചിലപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് സ്ഥാനചലനം സംഭവിക്കാം. അങ്ങനെ ഒരു രീതിയുണ്ട്. ഈ നമ്മുടെ VD സതീശന്റെ ഒരു ജാതക എന്താണ്? VD സതീശന്റെ ജാതകം ഞാനത് വ്യക്തമായിട്ട് നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മൗത്തിന്റെ ആംഗിൾ നമുക്കിപ്പോൾ ഗ്രഹനില തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. മൗത്തിന്റെ ആംഗുലർ ലക്ഷണശാസ്ത്ര ഹസ്തരേഖ വെച്ചിട്ട് നമുക്കത് നോക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിന് കുറച്ച് നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2030 വരെ അദ്ദേഹത്തിന് നല്ല സമയമാണ്. 2025 മാർച്ച് 29 തുടങ്ങി 2030 വരെ അദ്ദേഹത്തിന് നല്ല സമയമായിട്ടാണ് കാണുന്നത്. ഈ ശത്രുദോഷം അതൊക്കെ എത്രത്തോളം സാധാരണ രാഷ്ട്രീയക്കാർക്ക് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ? ഈ ശത്രുദോഷം, കൂടോത്രം, പ്രാക്ക് ഇതൊന്നും കലിക ജ്യോതിഷത്തിൽ പ്രാധാന്യമില്ല. കലിക ജ്യോതിഷത്തിനൊക്കെ എതിരാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൈവശമുണ്ട്. കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക, ഇതിന്റെ കായും ശംഖുപുഷ്പത്തിന്റെ കായും വേരും ഇലയും കൂടെ അരച്ച് ഇലയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഛർദ്ദിക്കും. അതൊരു സൈക്കോളജിയാണ്. ഈ തരുന്നവന് കൊടുത്താൽ അവൻ അതിൽ നിന്ന് 2 ഇരട്ടി ഛർദ്ദിക്കും. മനസ്സിലായില്ല? ആര് കുടിച്ചാലും ഛർദ്ദിക്കും. അപ്പൊ അതൊരു സൈക്കോളജിയാണ്. പിന്നെ ഒരു രാജ്യത്തെ നമുക്ക് പ്രാവിയെങ്കിൽ ശബരിമല സമയത്ത് എത്ര പേര് പ്രാവണമായിരുന്നു, എത്ര പേര് കൂടോത്രം ചെയ്യണമായിരുന്നു. അത് ശരിക്കും താഴ്ന്ന ജാതിക്കാരെ ദ്രോഹിക്കാൻ മേൽജാതിക്കാർ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഈ കൂടോത്രം. നിങ്ങൾക്ക് കൂടോത്രം ചെയ്തതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയാസം വരുള്ളൂ.
നിങ്ങൾ അറിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പ്രയാസവും വരില്ല. അതാണ്. പിന്നെ ഈ വെപ്പൺസ് ഒന്നും വാങ്ങിക്കണ്ടല്ലോ. പാകിസ്ഥാനെതിരെ ഓരോരുത്തർ നിന്ന് കൂടോത്രം ചെയ്യുക, അത് വിടും. നമ്മൾ ഈ കാലഘട്ടത്തിന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തിന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കൂടോത്രത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് അവിടെ ഉപയോഗിച്ചോട്ട്, അല്ലാത്തത് നമ്മൾ ഉപയോഗിക്കേണ്ട. അപ്പൊ നമുക്കത് തെറ്റായിട്ട് വരും. അതുകൊണ്ടാണ് ജ്യോതിഷം പോലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത്. അതിന്ന് വലിയ തിരക്കാണ്. ജ്യോതിഷത്തിന്റെ കാര്യത്തിൽ ഇന്ന് എന്നെ സംബന്ധിച്ചോളം വലിയ തിരക്കാണ്. 2000 രൂപ ഫീസ് വെച്ചാണ് ഞാൻ അത് നിയന്ത്രിക്കുന്നത്. ഒരാൾക്ക് 2000 രൂപ, അല്ലെങ്കിൽ പോലീസിന് നിർത്തേണ്ടി വരും. കുറഞ്ഞ ഫീസോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞവരത് ചോദിക്കുക, എനിക്ക് എന്താ കുറവെന്ന്. അപ്പോൾ അത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് 2000 രൂപയാണ് ഞാൻ ഫീസ് വാങ്ങിക്കുന്നത്. എന്നിട്ട് എനിക്ക് നോക്കി തീരാൻ സമയമില്ല. ഇന്നിപ്പോൾ ഞാൻ എറണാകുളത്ത് വന്ന രാത്രി 9 മണി വരെ നോക്കും. ഇപ്പോൾ 10 മണിക്ക് തുടങ്ങിയ ആൾക്കാർക്ക് അത് വിശ്വാസമാണ്. സാറ് പറയുന്നതാണ് അത് ശരി. ഞങ്ങൾക്ക് അത് മൗത്ത് പബ്ലിസിറ്റി ഈസ് ദ ബെസ്റ്റ് പബ്ലിസിറ്റി. നിങ്ങൾ അനുഭവിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. അല്ലാതെ ബാക്കിയുള്ള ഒരു കാര്യത്തിൽ ഇഷ്ടം പോലെ എഴുതാം. ഇപ്പൊ കമന്റ്സ് എന്നെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, വേറെ ഒന്നും പോസിറ്റീവ് കമന്റ്സ് കാണില്ല. പക്ഷെ നിങ്ങൾ അവിടെ ലൈക്ക് ശ്രദ്ധിക്കണം. ഇവര് കമന്റ്സിനേക്കാളും 4 ഇരട്ടി ലൈക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, മനസ്സിലായില്ലേ? അറിവുള്ളവനെ എഴുതി തോപ്പിക്കാൻ കുറെ പേര് ശ്രമിക്കും, എങ്കിലും നമുക്ക് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പിന്നെ ശാസ്ത്രം പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളതിനോട് ഒരു ഇതുമില്ല. ശാസ്ത്രത്തിന് ഇപ്പം നിങ്ങളെ അച്ഛനോട് നിങ്ങൾക്കുള്ള സ്നേഹം ശാസ്ത്രത്തിന് തെളിവ് സഹിതം സമർപ്പിക്കാൻ പറ്റൂല. അത് എന്ന് സമർപ്പിക്കുന്നു അന്ന് ഞാൻ ഈ പരിപാടി മതിയാക്കും. ശാസ്ത്രത്തിന് ചില കാര്യങ്ങൾ ചെയ്യാം. ശാസ്ത്രം മോശമൊന്നുമല്ല, ശാസ്ത്രവും വേണം, ജ്യോതിഷവും വേണം. എല്ലാം കൊണ്ടേ നമുക്ക് എല്ലാം പോകാൻ പറ്റും. അല്ല ഞാൻ പറയുന്ന മാത്രം ശരി, അവർ പറയുന്ന തെറ്റ്, അങ്ങനെയില്ല. അതാണ് ഇതിൻ്റെ കാര്യം. ഈ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് റിയാസ്, പിണറായി വിജയന്റെ മരുമോന്റെ മകളുടെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അൻവറിന്റെ ഇതിൽ ഇപ്പൊ അൻവർ ബേപ്പൂർ മത്സരിക്കണമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട് റിയാസിനെ. റിയാസ് അവിടെ നിൽക്കുകയാണെങ്കിൽ അൻവറിന്റെ ഒപ്പം തോക്കും. അത് വേറെ കാര്യങ്ങളുണ്ട്, ഓരോ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എല്ലാ കാര്യവും നമുക്ക് ഇതുവഴി വെളിപ്പെടുത്താൻ പറ്റും. ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ അത് വെളിപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായില്ല? അതെൻ്റെ ഒരു എത്തിക്സാണ്. ഇപ്പം ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മരണം, അത് അച്യുതാനന്ദൻ മരിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ ഓരോ മരണങ്ങൾ, വലിയൊരു എഴുത്തുകാരൻ്റെ മരണം, അത് അദ്ദേഹം മരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ ഇതറിയാൻ പറ്റും. പക്ഷെ നമുക്ക് മരണമൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ നമുക്ക് വെളിമേ പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഞാൻ ശിവദീക്ഷ എടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്ന, നല്ലതിനെ മോശത്തെ എല്ലാത്തിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം എൻ്റെ ഏത് ഓഫീസിൽ കൺസൾട്ടിങ്ങിന് വന്നാലും ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം അവിടെ ഇരുന്ന് ഒരേപോലെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ഒരുപോലെ കയറി വരുന്ന. ഒരു മുസ്ലിം സഹോദരൻ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഖുറാനിൽ നിൽക്കുന്നത് വെച്ചേ പരിഹാരം ചെയ്യും. ഒരു ക്രിസ്ത്യൻ സഹോദരൻ വന്നാൽ അതേപോലെ ചെയ്യും. ഒരു ഹിന്ദു വന്നാൽ അതിൻ്റെതായ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യും. അതായത് മഹാദേവന് ലോകമേ തറവാടാണ്. ലോകത്തിലെ എല്ലാ പേരെയും തുല്യരായിട്ട് കാണുന്നതാണ്, ജാതി മതഭേദമന്യേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ദീക്ഷയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ദീക്ഷ എടുക്കുമ്പോൾ നമുക്കൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകും. എല്ലാവരും ഒരു പൊതുവെയുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെ കാലശേഷം റിയാസിന് ഒരു തരത്തിലുള്ള ഭാവിയും ഇല്ല, അതുവരെ ഉള്ളൂ എന്നാണ്. അപ്പൊ ജ്യോതിഷം അങ്ങനെയല്ല. സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അതിനുള്ള കഴിവും സാമർഥ്യമൊക്കെ ഉണ്ട്, രാഷ്ട്രീയം കൊണ്ടുപോകാനും. അത് അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അത് അംഗീകരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേർക്കും ഇത് പറയാനുള്ള വോയിസ് ഉള്ളതാണ്. ആരായാലും എത്ര ഉന്നത നേതാവായാലും പറയാം. പക്ഷെ പിണറായി സഖാവിൻ്റെ ഇതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം വിജയം തുടർ ഭരണം കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വെച്ച് അദ്ദേഹത്തിന് അതിനകത്തൊരു സ്ഥാനമുണ്ട്. അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അറിയാമെന്നുള്ള ഒരാൾ. പക്ഷെ റിയാസ് ഒരു ദിവസം വന്നിട്ട് ബന്ധത്തിൻ്റെ പേരിൽ ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല എന്ന് ഏത് കോമൺ സെൻസ് ഉള്ളവർക്കും അറിയാം, മറ്റുള്ളവർ അംഗീകരിക്കില്ല. സഖാവ് പിണറായി ഉള്ളിടത്തോളം അദ്ദേഹം പറയുന്നത് അനുസരിക്കും. പിണറായിയുടെ കാലശേഷം അദ്ദേഹത്തിന് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത ആൾക്കാരൊക്കെ തീരുമാനിക്കും. അതുമാണ് അതിനകത്തുള്ള ഒരു വിപ്ലവ പാർട്ടി എന്ന് പറയും. വിപ്ലവം എന്ന് പറഞ്ഞാൽ അടിപിടി അക്രമമല്ല. വിപ്ലവത്തിന്റെ യഥാർത്ഥ അർത്ഥം മാറ്റം. അതാണ് അതിനകത്തുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു രീതികളുണ്ട്, അവരുടേതായ ഒരു ശൈലിയുണ്ട്, മറ്റുള്ളവരെ പോലെയല്ല. അതാണ് കമ്മ്യൂണിസം. നമ്മുടെ VD സതീശൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത KC വേണുഗോപാലിനാണെന്ന് തോന്നുന്നു. അല്ല, KC വേണുഗോപാലിന് കേന്ദ്രത്തിൽ അവർക്ക് ആവശ്യമാണ്. കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനെ വിടാനുള്ള ചാൻസ് വളരെ കുറവാണ്. മനസ്സിലായില്ലേ? എങ്കിൽ പോലും VD സതീശൻ കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, മുഖ്യമന്ത്രി ആവാൻ വേണ്ടി മുഖ്യമന്ത്രി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ അപ്പൊ ആ സമയത്ത് ഇവിടെ ശരിയായിട്ട് പോവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഹൈക്കമാൻഡ് ഇടപെടും. അവസാന ഘട്ടത്തിലെ KC വേണുഗോപാലിനെ ഇങ്ങോട്ട് വിടുകയുള്ളൂ. അദ്ദേഹത്തിന് അവിടെ നല്ല സ്ഥാനവും ഇതൊക്കെ ഉള്ളതാണ്, ഒരുപാട് സംസ്ഥാനങ്ങളുടെ ചാർജൊക്കെ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മുന്നണി കൂടിയുണ്ട്, BJP NDA.
NDA ഇത്തവണ 1 മുതൽ 5 വരെ സീറ്റ് നേടാനുള്ള സാധ്യതയാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ 2035 ശേഷം BJPക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനങ്ങളിലുണ്ട്. അന്ന് സുരേഷ് ഗോപി ജയിക്കാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞു അത് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, അത് അപ്പുറത്തും വീഴാം ഇപ്പുറത്തും വീഴാം. മനസ്സിലായില്ലേ? അത് സുരേഷ് ഗോപി ജയിച്ചതിന് അതിൻ്റെതായ കാരണമുണ്ട്, പലർക്കും അറിയത്തില്ല. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യും. അതൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. സുരേഷ് ഗോപി എന്നും പറഞ്ഞ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു സീറ്റിന് മാത്രമേ ബലമുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. BJPക്ക് എന്തെങ്കിലും ഒരു ഇത് വരണമെങ്കിൽ 35 കഴിയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ളവർ കുറേ പേര് BJPയിൽ വന്ന് ഒന്ന് ചത്ത് മറ്റൊന്നിന് വളമാകും. അങ്ങനെ BJP 35 ശേഷം നല്ല രീതിയിൽ വരുവുള്ളൂ. അസംബ്ലിയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഇത് എത്ര ഒരു 6 വർഷം മുമ്പേ ഞാൻ നടത്തിയ പ്രവചനം. ഇതൊക്കെ നടത്തിയിട്ടിട്ടുണ്ട് ആൾറെഡി. ലോകമഹായുദ്ധം ഓരോ കാര്യങ്ങളൊക്കെ ആൾറെഡി നടത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു. ഞാനൊരു പ്രവചനം നടത്തണമെങ്കിൽ ഉറപ്പായിട്ട് പറയും. അർജുൻ മരിച്ചു എന്ന് 1 മണിക്കൂറിനകത്ത് അർജുൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പറഞ്ഞു. വേറെ ആർക്കും പറയാൻ പറ്റില്ല അത് വരും പോകും കിഡ്നാപ്പ് നോ. അർജുൻ 1 മണിക്കൂറിനകം മരിച്ചു. ഇപ്പൊ തിരുവനന്തപുരത്ത് ജോയി അരമണിക്കൂറിനകത്ത് മരിച്ചു. അവിടെ ഡെഡ് ബോഡിയെ കിട്ടും. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാർ ഇത്ര പച്ചയ്ക്ക് പറഞ്ഞാൽ അവർ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? നമ്മളെ ചങ്കുകൾ അങ്ങനെ ചോദിക്കാം. അപ്പം നമ്മൾ പറയാം അവർ വരട്ട്. ഞാൻ പറഞ്ഞത് പറഞ്ഞു, അവർ വരില്ല. അതാണ് ശാസ്ത്രം, അതാണ് കലിയ ജ്യോതിഷം. ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാവുമോ? അദ്ദേഹം തീർച്ചയായിട്ടും ടാലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. അദ്ദേഹമൊക്കെ മാസ്റ്റർ ബ്രെയിൻ ഉള്ള ഒരാളല്ലേ. മാസ്റ്റർ ബ്രെയിൻ ഉള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ. സാധാരണ ഒരാളല്ല, ജീവിതത്തിൽ വിജയം കണ്ടവനാണ്. അങ്ങനെ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുമ്പോഴും ചതുരംഗം നീക്കാൻ അറിയാന്നുള്ളവരാണെങ്കിൽ അവർക്ക് അതിൽ വിജയിക്കാൻ പറ്റും. അതിനകത്ത് വേറെ ഒരു ഇതല്ല. ഇതൊരു പൊളിറ്റിക്സ് ആണ്, പൊളിട്രിക്സ് ആണ്. മനസ്സിലായില്ലേ? അവിടെ ചതുരംഗം നീക്കണം. അവിടെ അങ്ങനെ ശരി തെറ്റ് അങ്ങനെയൊന്നുമില്ല. വിജയമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിന് പറ്റിയ മനുഷ്യനാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ആൾക്കാരുണ്ട്, അതിനെ എക്സ്പെർട്ട് എന്ന് പറയും. അവര് വരണം, അവരെ പുറത്തിട്ടിട്ട് കാര്യമില്ല, അവരെ കൊണ്ടുവരണം. കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായ? അതാണ്. അതുകൊണ്ടാണ് എല്ലാ പാർട്ടിയിലും പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരണമെന്ന് പറയണം. നല്ല കഴിവും യേശുദാസിനെ പോലെ പാടാൻ കഴിവുള്ള 1000 യേശുദാസുമാരുണ്ട്. പക്ഷെ യേശുദാസിന് അതിനൊരു അവസരം കിട്ടി, അദ്ദേഹം വന്നു, നമ്മൾ അറിഞ്ഞു. അതുപോലെ പാടാൻ കഴിയുന്നവരുണ്ട്, അവർക്ക് അവസരം കിട്ടുന്നില്ല, അവരെ കൊണ്ടുവരുന്നില്ല. അപ്പൊ അങ്ങനെ അവർ ആൾക്കാർ കാലാകാലം ഇപ്പൊ നരേന്ദ്രമോദിജി വന്നു. നരേന്ദ്രമോദി ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ്. 3ാമതും പ്രധാനമന്ത്രിയാവുമെന്ന് ഞാൻ പ്രവചിച്ചതാണ്. അന്ന് ഈ ഒരു ചാനലിൽ മാസ്റ്റർ ബ്രെയിൻ എന്ന് വിനോയ് വന്ന് പറഞ്ഞു, ഞാൻ വരികയാണെങ്കിൽ സാറിനെ ഒന്ന് കാണും. ഇതുവരെ സാറിനെ ഒന്നും കണ്ടിട്ടില്ല. വിനോയ് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണം, ഉറപ്പായിട്ടും കാണണം. എന്ന് വെച്ചാൽ പറഞ്ഞ വാക്കായിരിക്കണം. അവരെ നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയാവുമെന്ന് പ്രവചിച്ചവനാണ് ഞാൻ. മനസ്സിലായ? അതുപോലെ തന്നെ വന്നു. ഓടി ഒളിച്ച അവസാനം വന്ന് കാണണം. പറഞ്ഞാൽ ആ ചങ്കുറപ്പോടുകൂടി വന്ന് കാണണം. ഈ ചാനൽ വിനോയ് കാണുകയാണെങ്കിൽ ഒന്ന് കണ്ട് തന്നെ തീരണം. വിനോദിന് അയച്ചു കൊടുക്കണം. ഒരു 2-3 കാര്യം കൂടെ ചോദിക്കുന്നു. അത് BJPന്റെ ഉള്ളിലെ വളരെ പ്രധാനപ്പെട്ട വിജയസാധ്യതയുള്ള കാണുന്ന ഒരു 3-4 പേരുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ വിജയസാധ്യത കാണുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. 2 V മുരളീധരനാണ്. 3 ശോഭാ സുരേന്ദ്രനാണ്. 4 K സുരേന്ദ്രനാണ്. 5 MT രമേശാണ്. ഈ ഒരു പിന്നെ 6 എന്ന് പറയുന്നത് PK കൃഷ്ണദാസാണ്. ഈ 5 അല്ല, ഈ പറയുന്നവരെല്ലാം നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും കഴിവ് സാമർഥ്യമൊക്കെ ഉള്ളത് തന്നെ. ഇതിന്റെ നമ്മുടെ അസംബ്ലി ഇലക്ഷന്റെ പാറ്റേൺ ഒന്ന് വേറെയാണ്. ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പുറത്താക്കണമെന്ന് ശ്രമിച്ചാൽ ഒരു ജയിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗത്തിനെ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മളെ കോർപ്പറേഷൻ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആളുടെ മുഖം നോക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ വാർഡിൽ നല്ലൊരുത്തനുണ്ടെങ്കിൽ നമ്മൾ അവൻ ചെയ്യും. അസംബ്ലിയിൽ അങ്ങനെ നമ്മളെ വാർഡൊന്നൊന്നുമില്ല. മനസ്സിലായില്ല? അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു കുറെ ഇഷ്യൂസ് നിലനിൽപ്പുണ്ട്. ശബരിമല ഇഷ്യൂസ്, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എല്ലാ പേരും വിചാരിക്കണം എന്താണ്, ഇത്തവണ ഒരു ഭരണമാറ്റം വേണം. കാരണം ഇവർ 10 വർഷം നമ്മൾ കൊടുത്തു, ഇനി അവർക്ക് തന്നെ കൊടുത്താൽ അവർ തന്നെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. മറ്റേത് ഒരു തിരുത്തൽ വേണം എന്ന് മലയാളികൾ എപ്പോഴും ആഗ്രഹിക്കും. മലയാളികൾ പ്രത്യേകിച്ച് 10 പറയും, ഒരുത്തം കേൾക്കും. തമിഴ്നാട്ടിൽ ഒരുത്തം പറയും, 10 കേൾക്കും. അതാണ് നമ്മളെ രീതി. ആരെയും അംഗീകരിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ BJPക്ക് വോട്ട് ചെയ്തു, അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ആയിപ്പോവും. അപ്പൊ അവരെന്ത് ചെയ്യും? കോൺഗ്രസിന് കയറി വോട്ട് ചെയ്യും. ഇതാണ് അവിടുത്തെ കുഴപ്പം. നിങ്ങൾ പറഞ്ഞവരൊക്കെ നല്ലവര് തന്നെ, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ BJPയുടെ ബേസ് തിരുവനന്തപുരത്ത് ശക്തമാണ്. അതുകൊണ്ട് ചന്ദ്രശേഖർ അവിടെ ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റുള്ളിടത്തൊക്കെ അങ്ങനെ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ചില സമയത്ത് പാറ്റേണിൽ റിസൾട്ടിൽ അവർക്ക് വോട്ടിംഗ് കൂടുതലായിരിക്കും, ചിലപ്പോൾ അത് കുറയും. അത് മാറി ചെയ്യുന്നതല്ല, ഇങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ പ്രോബ്ലം. എല്ലാവരും പറയും ഇവരുടെ വോട്ട് അവർക്ക് കൊടുത്ത് അവരെ വോട്ട് ഇവർക്ക്. അങ്ങനെയല്ല. വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം കാണും. അത് നിങ്ങൾക്കായാലും കാണും, എനിക്കായാലും കാണും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും ചിലപ്പോൾ അവർ വേറൊരു ആളുടെ അടുത്തുള്ള വെറുപ്പ് കാരണം അവർക്ക് മാറ്റി ചെയ്യും. ഇതാണ് അതിനകത്ത് വരുന്ന ഒരു കുഴപ്പം. ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരും.
ഇവരങ്ങോട്ട് അങ്ങോട്ട് മാറ്റണതല്ല. ഇതാണ് അതിന്റെ യഥാർത്ഥ റീസൺ. ഒറ്റ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടാണ്, കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശശി തരൂരിന്റെ ഭാവി എന്താണെന്ന്. ശശി തരൂർ കോൺഗ്രസിൽ നിൽക്കുമോ, അല്ലെങ്കിൽ BJP ചേരുമോ, അല്ലെങ്കിൽ UN സെക്രട്ടറി ആയി പോകാനുള്ള സാധ്യതയിലേക്കുണ്ടോ? നോക്കൂ, ശശി തരൂരിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് മോശമായിട്ടുള്ള ഒരു സമയമാണ് കടന്നു പോകുന്നത്. മനസ്സിലായില്ല. അദ്ദേഹത്തിന് ഒരു 2030 കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പകുതി സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. ഇങ്ങനെ ഒരടി കയറുമ്പോൾ അരയടി ഇറങ്ങും, ഉന്നതിയിൽ നിൽക്കുമ്പോൾ തെറയിൽ വീഴും. ഞാൻ ശശി തരൂരിന്റെ ജാതകം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വ്യക്തി എന്ന നിലയിൽ സാമർത്ഥ്യമുള്ളവനാണ്. കർണനെ പോലെയാണ്, സമയത്തിന് ആയുധം പ്രയോഗിക്കാൻ പറ്റില്ല. കർണൻ അർജുനന് മുകളിലാണ്, പക്ഷെ എന്ത് ചെയ്യാൻ, ശാപം കാരണം കർണൻ ആയുധം പ്രയോഗിക്കാൻ പറ്റില്ല. അതുപോലത്തെ സ്ഥിതിയാണ് നമ്മുടെ ശശി തരൂർ എന്നുള്ളത്. അദ്ദേഹം രാഷ്ട്രീയം മാറാനുള്ള സാധ്യതയുണ്ടോ? രാഷ്ട്രീയം അദ്ദേഹം മാറുക എന്നുള്ള, അദ്ദേഹം എല്ലാത്തിനും അഭിപ്രായങ്ങൾ പറഞ്ഞ് കുരിശികളെ ചുമക്കും, മറ്റുള്ളവരെ നിൽക്കാനിടത്ത് തന്നെ വെറുപ്പിക്കും. ഒന്നിലും അങ്ങനെ നിൽക്കൂല. അങ്ങനെ വിളിച്ചു പറയും. അതാണ് അയാളുടെ ജീവിതം സമ്മിശ്രം എന്ന് പറയുന്നത്. പുള്ളിയുടെ മനസ്സിൽ തോന്നണ പുള്ളി വിളിച്ചു പറയും. പിന്നെ നാളെ അത് ഇഷ്യൂ ആയിട്ട് മാറും. ആര് നിന്നാലും അവരെ കൂടെ നിന്നാലും അവരെ എതിർക്കും അയാൾ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അത് കോൺഗ്രസ് വിട്ടു പോവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണും. എങ്കിലും അയാൾ തിരഞ്ഞെടുത്തൊരു ഇങ്ങനെ നേരും നെറിയൊക്കെ ഉള്ള ഒരാളാണ്, പച്ചയായിട്ട് വിളിച്ചു പറയുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അത് കാരണം അദ്ദേഹത്തിന് കുരിശ് ചുമക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്തായാലും ഒരു ഭാവി ഉണ്ടായിരുന്ന 30-ന് ശേഷം ഒരു തീരുമാനമാവും. 2030-ന് ശേഷം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി വിടാനുള്ള അങ്ങനെയൊന്നും പാർട്ടിയൊന്നും വിടൂല്ല. ശശി തരൂർ പാർട്ടി വിട്ടാൽ ഇവിടത്തെ സ്ഥാനം അവിടെ കിട്ടുമെന്ന് ആരും കണ്ടു കിട്ടായൊന്നുമില്ല. ഒരു പാർട്ടിയിൽ നിന്ന് ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ സ്ഥാനം, ഇപ്പൊ ശ്രീലേഖ IPS ഇവിടെ വന്നു, അവിടെ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? രാജേഷിനല്ലേ, VV രാജേഷിനല്ലേ അത് കിട്ടിയ. രാജേഷിന് തന്നെയാണ് അത് കിട്ടേണ്ട. കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ച് വന്നതല്ലേ. ഇത്രയും നാൾ ആ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം പുതിയ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് സ്ഥാനം കൊടുക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഒരു വെറുപ്പുണ്ടാവും. പാർട്ടിക്കകത്തല്ല, പ്രവർത്തകരുടെ ഇടയിൽ. ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അപ്പുറത്തുനിന്ന് ഒരാൾ വന്നു, അദ്ദേഹത്തിന്റെ പദവിയും ഇതൊക്കെ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ താഴ്ന്ന അവർക്ക് പ്രയാസം വരും. ആ പാർട്ടിയെ വെറുത്തു തുടങ്ങും ആൾക്കാർ, കുറെ പേര്. പറഞ്ഞു മനസ്സിലായില്ല? ഒരു പരിധിയൊക്കെ അംഗീകരിക്കും, പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും രാഷ്ട്രീയപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ചില പ്രവചനങ്ങളും ചില നിരീക്ഷണങ്ങളുമാണ് കലിയുഗ ജ്യോത്സ്യൻ ഡോക്ടർ സന്തോഷ് നായർ നമുക്കൊപ്പം നടത്തിയത്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്നത്. വളരെയധികം സന്തോഷം.